ഹലോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെക്കിനെ ക്ലോസിംഗിന്റെ ബേസിസ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നായിരുന്നു കണ്ടത്. ഇന്ന് നമുക്ക് ടൈപ്സ് ഓഫ് ചെക്ക് നോക്കാം. ഓർഡർ ചെക്ക്, ബെയറർ ചെക്ക്, ക്ലോസ്ഡ് ചെക്ക്, അക്കൗണ്ട് പേ ചെക്ക് എന്നിവയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ്. ഇത് കൂടാതെ മറ്റെന്തൊക്കെ ടൈപ്സ് ഓഫ് ചെക്ക് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഫ്യൂച്ചറിലുള്ള ഒരു ഡേറ്റിൽ എഴുതുന്ന ചെക്കാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ആ ഡേറ്റ് എത്തിയാൽ മാത്രമേ നമുക്ക് ആ ചെക്ക് ഉപയോഗിച്ച് പണം വിഡ്രോ ചെയ്യാൻ കഴിയുകയുള്ളൂ. അടുത്തത് ആന്റി ഡേറ്റഡ് ചെക്ക്. കഴിഞ്ഞു പോയൊരു ഡേറ്റിൽ എഴുതുന്ന ചെക്കാണ് ആന്റി ഡേറ്റഡ് ചെക്ക്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പനിയുടെ ബിൽഡിംഗ് റെന്റ് നമ്മൾ എല്ലാ മാസവും 1-ാം തീയതിയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷേ 10-ാം തീയതി ആയപ്പോഴാണ് നമ്മൾ ആ പേയ്മെന്റ് നടത്തിയില്ല എന്ന കാര്യം ഓർക്കുന്നത്. ഈ സന്ദർഭത്തിൽ ചെക്കിൽ 1-ാം തീയതി ഡേറ്റ് ഇട്ട് പേയ്മെന്റ് നടത്തുന്നതായി കാണിക്കാവുന്നതാണ്. അടുത്തത് സ്റ്റെയിൽ ചെക്ക്. സ്റ്റെയിൽ ചെക്ക് എന്ന് പറയുന്നത് കാലാവധി കഴിഞ്ഞൊരു ചെക്കാണ്. അതായത് 3 മാസക്കാലം കഴിഞ്ഞൊരു ചെക്ക്. ഇത് സാധാരണയായി ബാങ്ക് സ്വീകരിക്കുകയില്ല. മറ്റൊന്ന് ബ്ലാങ്ക് ചെക്ക്. ഡേറ്റും സൈനും ഇട്ട് എമൗണ്ട് എഴുതാത്ത ചെക്കിനെയാണ് ബ്ലാങ്ക് ചെക്ക് എന്ന് പറയുന്നത്. ക്യാൻസൽഡ് ചെക്ക്. ക്യാൻസൽഡ് ചെക്കിൽ ക്യാൻസൽ എന്ന വാക്ക് എഴുതിയിരിക്കും. സാധാരണയായി ബാങ്ക് ഡീറ്റെയിൽസ് എടുക്കാനായാണ് ഈ ചെക്ക് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ക്യാൻസൽഡ് എന്ന് എഴുതിയിരിക്കുന്നത് കാരണം ഇത് മറ്റാർക്കും മിസ്യൂസ് ചെയ്യാൻ കഴിയുകയില്ല. മറ്റൊന്ന് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. ഡാമേജ്ഡോ കീറിപ്പോയതോ ആയ ചെക്കിനെയാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. സെൽഫ് ചെക്ക്. സ്വന്തം പേരിൽ എഴുതിയ ചെക്കാണ് സെൽഫ് ചെക്ക്. സ്വയം പണം വിഡ്രോ ചെയ്യാനാണ് ഈ ചെക്കുകൾ ഉപയോഗിക്കുന്നത്. ട്രാവലേഴ്സ് ചെക്ക്. ഇതൊരു മുൻകൂട്ടി അച്ചടിച്ച ചെക്കാണ്. ഇതിലൊരു എമൗണ്ട് എഴുതിയിരിക്കും. യാത്രക്കാർ അവരുടെ നാട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ തന്നെ ഈ ചെക്ക് വാങ്ങി വിദേശ രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് പണം ചിലവാക്കുന്നതിനോ പണം മാറുന്നതിനുമായി ഈ ചെക്ക് ഉപയോഗിക്കാം. ചെക്കുകളെ കുറിച്ച് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.